ഹലോ ഡിയേഴ്സ്, അപ്പോൾ എല്ലാവർക്കും ന്യൂട്ടൺസിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. മിസ് എന്ന് വന്നിരിക്കുന്നത് നമ്മുടെ 9ാം ക്ലാസ്സിൻ്റെ 12ാമത്തെ ചാപ്റ്ററായ പ്രിസംസ് എന്ന് പറയുന്ന ചാപ്റ്ററായിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ കുറച്ച് ആളുകളെല്ലാം നമുക്ക് പരിചയപ്പെടാനുണ്ട്, അതുപോലെ തന്നെ അവരായി കണക്ട് ചെയ്തിട്ടുള്ള ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. ഓക്കെ, അതിൽ പ്രധാനമായിട്ടും ഒരു പ്രിസത്തിൻ്റെ വോളിയം, സർഫസ് ഏരിയ, വ്യാപ്തവും പരപ്പളവുമാണ് നമ്മൾക്ക് ഇതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നേരെ തന്നെ നമ്മൾക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു പ്രിസം അല്ലെങ്കിൽ ഒരു പ്രിസത്തിൻ്റെ വോളിയം അഥവാ വ്യാപ്തമാണ് നമ്മൾക്ക് ആദ്യത്തെ സെക്ഷനിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു വോളിയം അഥവാ വ്യാപ്തം കണ്ടുപിടിക്കാനായുള്ള ഇക്വേഷൻ? വോളിയം ഇസ് ഈക്വൽ ടു, ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്, എന്താണ്? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്, പാദ പരപ്പളവ് ഇൻറ്റു ഉയരമാണ് ഒരു പ്രിസത്തിൻ്റെ വോളിയം അഥവാ വ്യാപ്തം കണ്ടുപിടിക്കാനായുള്ള ഇക്വേഷൻ. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. അപ്പോൾ നമ്മൾക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് തന്നെ നമ്മൾക്ക് എന്ത് കണ്ടുപിടിക്കാം? ഈ വോളിയം എങ്ങനെയാണ്, ബേസ് ഏരിയ, ഹൈറ്റ്, ഇവരെല്ലാവരും നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ പറയുന്നത്, ഒരു പ്രിസമുണ്ട്. ഈ പ്രിസത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്, സമഭുജ ത്രികോണമാണെന്ന് പറയുന്നുണ്ട്. ആൻഡ് അവൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട് 5 സെൻറ്റിമീറ്റർ. ഈ ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ, ചുറ്റളവ് തന്നിട്ടുണ്ട് 18 സെൻറ്റിമീറ്റർ. ഓക്കെ ആണല്ലോ. എന്താണ് ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത? എല്ലാ സൈഡ്സും ഈക്വലായിട്ട് വരുന്ന ഒരു ട്രയാങ്കിൾ ആണ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. ഓക്കെ ആണല്ലോ. ആൻഡ് ഇവൻ്റെ ഹൈറ്റ്, അല്ലെ, ഈ ഒരു പ്രിസത്തിൻ്റെ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ദാ ഇങ്ങനെയാണ് വരിക. അപ്പോൾ എന്താണ് ഇക്വലാറ്ററൽ ട്രയാങ്കുലർ പ്രിസം എന്ന് പറയുന്നത്? ഞാനൊരു എക്സാമ്പിൾ കാണിച്ചത് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്ന പോലെ തന്നെ എൻ്റെ കയ്യിലൊരു പ്രിസമുണ്ട്, നോക്കിക്കേ. ഓക്കെ ആണല്ലോ. ഈ പ്രിസത്തിൻ്റെ ബേസ് എന്ത് ഷേപ്പാണ്? ട്രയാങ്കിൾ ഷേപ്പാണ്. അപ്പോൾ ഇതിൽ ട്രയാങ്കുലർ പ്രിസം എന്ന് പറയാം. ഓക്കെ, എന്താണ് ഈ ഒരു പ്രിസത്തിൻ്റെ സ്തംഭത്തിൻ്റെ പാദം എന്ന് പറയുന്നത് എന്താണ്? ട്രയാങ്കിളാണ്, ത്രികോണമാണ്. അതുകൊണ്ട് ഇവനെ ട്രയാങ്കുലർ പ്രിസം എന്ന് പറയാം. ഓക്കെ ആണല്ലോ. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്ന പോലെ തന്നെ ഇവനൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ അല്ലേ ബേസ് എന്ന് പറയുന്നത്. ഇവൻ്റെ ബേസ്, പാദം എന്ന് പറയുന്നത് എന്താണ്? ഒരു സമഭുജ ത്രികോണമാണ്. ഓക്കെ, അപ്പോൾ ഇവൻ്റെ പെരിമീറ്റർ തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ 3 സൈഡും തുല്യമാണ്. ഈ 3 പേരും, അല്ലെ, ഇവൻ എ ആണെങ്കിൽ ഇവനും എ ആണ്, ഇവനും എ ആണ്. ഈ 3 പേരെയും തമ്മിൽ കൂട്ടുമ്പോൾ 3a എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുണ്ട്? 18 സെൻറ്റിമീറ്റർ ആണ്. അതെ, നമുക്ക് പെരിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്, ചുറ്റളവ്. ഈ 3 പേരെയും തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്നത് 18 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ, സെറ്റാണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവൻ്റെ വോളിയമാണ്. ഈ ഒരു പ്രിസത്തിൻ്റെ ഇവൻ്റെ ബേസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്, 3 സൈഡും ഈക്വൽ ആണ്. ഇവൻ്റെ വോളിയം കണ്ടുപിടിക്കണം. നേരെ ഇക്വേഷൻ കൊടുക്കാലോ. യെസ്, എന്താണ് വോളിയം അഥവാ വ്യാപ്തം കണ്ടുപിടിക്കാനായുള്ള ഇക്വേഷൻ? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്, പാദ പരപ്പളവ് ഇൻറ്റു ഉയരം. അപ്പോൾ ഉയരം എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 5 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഹൈറ്റ് ഈസ് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ. ഓക്കെ ആണല്ലോ. ഇനി ഒരാൾ കൂടി കണ്ടുപിടിക്കാനുണ്ട്, ബേസ് ഏരിയ, പാദ പരപ്പളവ്. അപ്പോൾ നമ്മുടെ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ് നമ്മുടെ പാദം അഥവാ ബേസ്, അല്ലെ, സമഭുജ ത്രികോണമാണെന്ന് പറഞ്ഞു. അപ്പോൾ ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ ഏരിയയാണ് ഉദ്ദേശിക്കുന്നത്? ഈ ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ ഓൾറെഡി ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? √3/4 a സ്ക്വയർ. ഓക്കെ ആണല്ലോ. √3/4 a സ്ക്വയർ. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേക്കാം. എ എന്ന് പറഞ്ഞ് ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡ് എന്തെങ്കിലും തന്നിട്ടുണ്ടോ? തന്നിട്ടില്ല. പക്ഷേ അവൻ്റെ പെരിമീറ്റർ തന്നിട്ടുണ്ട്. പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? 3 സൈഡും തമ്മിൽ കൂട്ടുന്നതാണ്. എന്ന് പറഞ്ഞാൽ 3a, അല്ലേ? അപ്പോൾ 3a എന്ന് പറയുന്നതാണ് 18 സെൻറ്റിമീറ്റർ തന്നിരിക്കുന്നത്. അപ്പോൾ പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 18 സെൻറ്റിമീറ്റർ, ദാറ്റ് ഈസ് 3a, അല്ലേ? ഈ 3 സൈഡും തമ്മിൽ കൂട്ടുമ്പോഴല്ലേ ചുറ്റളവ് കിട്ടുക, പെരിമീറ്റർ കിട്ടുന്നത്. അവനാണ് 18 സെൻറ്റിമീറ്റർ എന്ന് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഇനി എ കണ്ടുപിടിക്കാലോ, ഒരു വശം കണ്ടുപിടിക്കാലോ. എന്നാലല്ലേ നമ്മൾക്ക് ഈ ഒരു ഇക്വേഷനിൽ കൊടുത്ത് അവൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എ കണ്ടുപിടിക്കാനായിട്ട് *3 = അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ എ ഇവിടെ ഓൾറെഡി ഉണ്ട്, 18ഉം ഇവിടെ ഓൾറെഡി ഉണ്ട്. *3 അപ്പുറത്തേക്ക് പോകുമ്പോൾ /3. ദെർഫോർ എ എന്ന് പറയുന്നത് എത്ര വന്നു? 6 സെൻറ്റിമീറ്റർ വന്നു. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ എ നമ്മൾക്ക് കിട്ടി. ഇനി നമുക്ക് ബേസ് ഏരിയ സുഖമായിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ എന്താണ് ബേസ് ഏരിയ? പാദ പരപ്പളവ് √3/4 a സ്ക്വയർ, ദാറ്റ് ഈസ് √3/4 ഇൻറ്റു എ എത്രയാണ് ഇപ്പോൾ കണ്ടുപിടിച്ചല്ലോ? 6. സോ 6 സ്ക്വയർ. ഓക്കെ, ദാറ്റ് ഈസ് √3/4 ഇൻറ്റു 6 ഇൻറ്റു 6. എന്താ നോക്കാം, 4ൽ 6 3 തവണ 2 തവണ. ഓക്കെ, 2ൽ, ഓക്കെ 2ലാണ് കേട്ടോ. എഗെയിൻ 2ൽ 6 3 തവണ. ഇനി എത്രയുണ്ട്? √3 ഇൻറ്റു 3 ഇൻറ്റു 3. 3 ഇൻറ്റു 3 9. 9 ഇൻറ്റു √3 9√3. ഏരിയയാണ് സെൻറ്റിമീറ്റർ സ്ക്വയർ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ബേസ് ഏരിയ കിട്ടി. അപ്പോൾ ബേസ് ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു, ഹൈറ്റ് നമ്മളുടെ കയ്യിലുണ്ട്. നേരെ അവരെ തമ്മിൽ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ വോളിയം കിട്ടി. അപ്പോൾ ഞാൻ എഗെയിൻ വോളിയം, വ്യാപ്തം ഇക്വേഷൻ എഴുതുന്നുണ്ട്.
വോളിയം ഇസ് ഈക്വൽ ടു ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ബേസ് ഏരിയ എത്രയാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചല്ലോ. ബേസ് ഏരിയ എന്ന് പറയുന്നത് 9√3 ഇൻറ്റു ഹൈറ്റ് എത്രയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഹൈറ്റ് 5 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ 9 × 5 ദാറ്റ് ഈസ് 45 ഇൻറ്റു √3 45 √3. ഇവിടെ വോളിയം ആയതുകൊണ്ട് നമ്മൾ സെൻറ്റിമീറ്റർ ക്യൂബിലാണ് എന്ത് എഴുതുന്നത്, വോളിയത്തിൻ്റെ യൂണിറ്റ് എഴുതുന്നത്. ഓക്കെ, ഏരിയ ആകുമ്പോൾ സെൻറ്റിമീറ്റർ സ്ക്വയർ മീറ്റർ സ്ക്വയർ എന്നെല്ലാം വരും. അപ്പോൾ വോളിയം ആയി കഴിയുമ്പോൾ മീറ്റർ ക്യൂബ് സെൻറ്റിമീറ്റർ ക്യൂബ് ഓക്കെ ലിറ്ററിലേക്കാണ് വോളിയം നമ്മൾ പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. ഇതാ നോക്കിക്കേ, ഇവിടെ പ്രിസത്തിൻ്റെ ബേസ് പാദം എന്ന് പറയുന്നത് ഇക്വലാറ്റർ ട്രയാങ്കിൾ ഒന്നുമല്ല, ജസ്റ്റ് ട്രയാങ്കിൾ ആണെന്ന് പറയുന്നുണ്ട്. ആ ട്രയാങ്കിളിൻ്റെ സൈഡുകളും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഒരു ട്രയാങ്കുലർ പ്രിസമുണ്ട്. ഈ ട്രയാങ്കുലർ പ്രിസത്തിൻ്റെ സൈഡുകൾ തന്നിട്ടുണ്ട്. 13 സെൻറ്റിമീറ്റർ 14 സെൻറ്റിമീറ്റർ 15 സെൻറ്റിമീറ്റർ ആണ്. ആൻഡ് ഇവൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട് 20 ആണ്. ഇവൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. എന്താ കണ്ടുപിടിക്കേണ്ടത്, ഇവൻ്റെയും വോളിയം വ്യാപ്തം കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചേക്കാലോ. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് നേരെ ഇക്വേഷൻ അങ്ങ് എഴുതി വയ്ക്കാം. യെസ്, വോളിയം ഇസ് ഈക്വൽ ടു എന്താണ് വ്യാപ്തം, ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്, പാദപരപ്പളവ് ഇൻറ്റു ഉയരം. ഉയരം നമുക്ക് തന്നിട്ടുണ്ട് എത്ര സെൻറ്റിമീറ്റർ ആണ്, 20 ആണ്, 20 സെൻറ്റിമീറ്റർ. ഇനി ബേസ് ഏരിയ പാദപരപ്പളവ്, പാദം എന്ന് പറയുന്നത് എന്ത് ഷേപ്പാണ്, ബേസ് ഏരിയ ബേസ് എന്ത് ഷേപ്പാണ്, ട്രയാങ്കിളിൻ്റെ ഷേപ്പാണ്, ത്രികോണത്തിൻ്റെ ഷേപ്പാണ്. അപ്പോൾ ബേസ് ഏരിയ എന്ന് പറയുമ്പോൾ എന്തിൻ്റെ ഏരിയ, ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ എന്താണ് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായുള്ള ഇക്വേഷൻ, 3 സൈഡുകൾ തന്നു കഴിഞ്ഞാൽ ആ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മറന്നു ഉണ്ടോ, മറന്നോ, ഓർമ്മ വന്നോ? അതിന് നമ്മളൊരു പേര് പറയുമല്ലോ, ഹെറോൺസ് ഫോർമുല. വേണമെങ്കിൽ ആ ഇക്വേഷൻ ഒന്ന് പറയാം. √S × S - A × S - B × S - C അല്ലേ. നല്ല താളത്തിൽ പറഞ്ഞു പോകാൻ പറ്റുന്ന നല്ലൊരു ഇക്വേഷൻ ആണല്ലേ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 9ാം ക്ലാസ്സിന് മുന്നേ ഫസ്റ്റ് ടൈമിലും നമ്മൾ പഠിച്ച ഒരു ഇക്വേഷൻ കൂടിയാണ് ചാപ്റ്ററിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ബേസ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്, ബേസ് എന്ന് പറയുന്നത് ട്രയാങ്കിളിൻ്റെ ഏരിയ S × S - A × S - B × S - C. ഓക്കെ ആണല്ലോ. ഇനി എന്താണ് ഈ എയും ബിയും എസും എല്ലാം, ABC എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിൻ്റെ എന്താണ്, സൈഡുകളാണ്. 13 14 15. അപ്പോൾ അതാ നേരെ കൊടുക്കാം. A 13 സെൻറ്റിമീറ്റർ 14 സെൻറ്റിമീറ്റർ 15 സെൻറ്റിമീറ്റർ തിരിച്ചൊക്കെ കൊടുക്കാം കേട്ടോ. എക്ക് പകരം ഇപ്പോൾ 14 കൊടുക്കാം, ബിക്ക് പകരം ഇപ്പോൾ 13 കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം, നോ പ്രോബ്ലം. ഇനി എയും ബിയും സിയും എഴുതി. ഇനി ആര് കൂടി കണ്ടുപിടിക്കണം, എസ് എന്ന് പറയുന്ന ഒരാൾ കൂടി ഉണ്ടല്ലേ. ഓക്കെ, എസ് എന്ന് പറയുന്നത് ചുറ്റളവിൻ്റെ പകുതി, സെമി പെരിമീറ്റർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ഈ 3 സൈഡ് തമ്മിൽ കൂട്ടുക, അതിൻ്റെ പകുതി /2 ആണ് എന്ത്, എസ്. ഓർമ്മ വന്നിട്ടുണ്ടാവുമല്ലോ. യെസ് എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡും തമ്മിൽ കൂട്ടണം അല്ലേ. ദാറ്റ് ഈസ് A + B + C /2 ആണ് നമ്മളുടെ എസ് എന്ന് പറയുന്നത്. എയും ബിയും സിയും എല്ലാം നമ്മുടെ കയ്യിലുണ്ടല്ലോ. 13 + 14 + 15 /2 ദാറ്റ് ഈസ് 42/2. എസ് എന്ന് പറയുന്നത് 21 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. എസ് കിട്ടിയാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഈ നേരെ ഏരിയയുടെ ഇക്വേഷനിലേക്ക് കൊടുക്കാം. എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട് ആൻഡ് എസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് ഏരിയയുടെ ഇക്വേഷനിലേക്ക് കൊടുക്കാം. ഏരിയ ഇസ് ഈക്വൽ ടു ഇക്വേഷൻ ഞാൻ ഇനി വീണ്ടും എഴുതുന്നില്ല, അതാ ഈ ഇക്വേഷനിലാണ് കേട്ടോ എല്ലാവരും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. S × S - A, എസ് എന്ന് പറയുന്നത് 21 × 21 - 13 × 21 - 14 × 21 - 15. ഓക്കെ ആണല്ലോ. ദാറ്റ് ഈസ് √21 × 21 - 13 എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക, 8 × 21 - 14 7 × 21 - 15 6. ഓക്കെ, ഇനി ഇതാ ഇവിടെ വരെ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾ ഇനി ഇവരെ മൾട്ടിപ്പിൾ ചെയ്ത് പോയി അത് ഫാക്ടറൈസ് ചെയ്ത് അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എളുപ്പത്തിൽ ഇതാ നോക്കാം. 21 നമുക്ക് 3 × 7 എഴുതാലോ. അപ്പോൾ ഞാൻ 3 × 7 എഴുതി. ഇൻറ്റു 8 നമുക്ക് 2 × 2 × 2 എഴുതാം. ഓക്കെ ആണല്ലോ. 7 ഞാൻ ഇതുപോലെ തന്നെ എഴുതി, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി 6 ഞാൻ 3 × 2 എഴുതി. ഓക്കെ ആണല്ലോ. ഇത് പഠിച്ചിട്ടുണ്ടല്ലോ. ഒരേപോലെ വരുന്ന 2 പേരെ ഗ്രൂപ്പ് ചെയ്തിട്ട് അവരെ പുറത്തേക്ക് എടുക്കാം. ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്, സോ 3 ഞാൻ പുറത്തേക്ക് എടുത്തു. ഇൻറ്റു ഇവിടെ ഒരു 7 ഉണ്ട്, ഇവിടെ ഒരു 7 ഉണ്ട്, ഒരു 7 പുറത്തേക്ക് എടുത്തു. ഇവിടെ ഒരു 2, ഇവിടെ ഒരു 2 പുറത്തേക്ക് എടുത്തു. ഇവിടെയും ഒരു 2 ഉണ്ട്, ഇവിടെയും ഒരു 2 ഉണ്ട്, 2 പുറത്തേക്ക് എടുത്തു. ഓക്കെ, അപ്പോൾ ഇവരെല്ലാം
എല്ലാവരെയും തമ്മിൽ എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്പിൾ ചെയ്താൽ മതി. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എക്സാമിൽ ചെയ്യുമ്പോൾ സമയം വളരെയധികം എന്താണ് ലാഭിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, മൾട്ടിപ്പിൾ ചെയ്ത് ഫാക്ടറൈസ് ചെയ്ത് സമയം കളയേണ്ട, ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി ആരെങ്കിലും ബാലൻസ് വന്നു കഴിഞ്ഞാൽ അവരെ റൂട്ടിനകത്ത് തന്നെ നിർത്താം. അപ്പോൾ ഇവരെ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 84 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, നമ്മുടെ വോളിയം കണ്ടുപിടിക്കാനായിട്ട് ബേസ് ഏരിയ പാദപരപ്പളവാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ആൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് 20 ക്വസ്റ്റ്യനിലും തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ചെയ്താൽ പോരെ, വോളിയം കിട്ടുമല്ലോ. ഇതിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം, കമൻ്റ് ആയിട്ട് താഴെ ഒന്ന് അറിയിക്കണം. ഓക്കെ, സെറ്റ് ആണല്ലോ. നമുക്കിനി അടുത്ത ക്വസ്റ്റിലേക്ക് പോയാലോ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് നോക്കിയേക്കാം. ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്ക് ഉണ്ട്, മെറ്റൽ ഹാസ് എഡ്ജസ് 6, 9, 15 സെൻറ്റിമീറ്റേഴ്സ് വരുന്ന എന്താണ് ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ കാണിക്കുവാണെങ്കിൽ ഇതാ നോക്കാം. 6, 9, 15 സെൻറ്റിമീറ്റർ എന്താണ് ഡയമെൻഷൻസ് വരുന്ന ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്ക് ഉണ്ട്. 6, 9, 15 എന്ന് പറയുന്ന ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, യെസ്, അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്ക് ഉരുക്കിയിട്ട് സ്റ്റാർ ഇട്ട് വെച്ചോളൂ കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത വർഷം നമുക്ക് SSLCക്ക് വരെ കണ്ടുപിടിച്ചുള്ള എന്താണ് ആളാണ്, എല്ലാ പരീക്ഷാ പേപ്പറിലും വരുന്നതാണ് ഉരുക്കിയിട്ട് മറ്റൊന്നും ഉണ്ടാക്കി, അല്ലേ, മെൽറ്റഡ് ആൻഡ് റീകാസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു എന്താണ് റെക്റ്റാങ്കുലർ ബ്ലോക്ക് ഉരുക്കിയിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ചെറിയ ചെറിയ ക്യൂബുകൾ ഉണ്ടാക്കി 3 സെൻറ്റിമീറ്റർ സൈഡ് വരുന്ന ചെറിയ ക്യൂബുകൾ ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. 3 സെൻറ്റിമീറ്റർ സൈഡ് വരുന്ന ചെറിയ ക്യൂബുകൾ ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ എത്ര ക്യൂബുകൾ നമ്മൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു ഷേപ്പ് ഉരുക്കിയിട്ട് മറ്റൊന്നുണ്ടാക്കി എന്ന് പറഞ്ഞാൽ എന്നിട്ട് ചോദിക്കും എത്ര ആ ചെറിയ ഷേപ്പുകൾ ഉണ്ടാക്കി. ഒരു വലിയ ഷേപ്പ് ഉരുക്കിയിട്ട് വലിയ രൂപം ഉരുക്കിയിട്ട് കുഞ്ഞു ചെറിയ രൂപങ്ങൾ ഉണ്ടാക്കി എന്ന് പറയും. എന്നിട്ട് നമ്മളോട് ചോദിക്കും എത്ര കുഞ്ഞു രൂപങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്പർ ഓഫ് സ്മോൾ ഷേപ്പ് എന്ന് പറയുന്നത് എന്താണോ ഉരുക്കിയത് അവൻ്റെ വോളിയം, അവൻ്റെ വ്യാപ്തം ഡിവൈഡഡ് ബൈ എന്താണോ ഉണ്ടാക്കിയത് അവൻ്റെ വ്യാപ്തം. ഓക്കെ ആണല്ലോ. ഉരുക്കിയതിൻ്റെ വോളിയം ഡിവൈഡഡ് ബൈ ഉണ്ടാക്കിയതിൻ്റെ വോളിയം. ഓക്കെ, ഉരുക്കിയതിൻ്റെ വ്യാപ്തം ഡിവൈഡഡ് ബൈ ഉണ്ടാക്കിയതിൻ്റെ വ്യാപ്തം. ഓക്കെ ആണല്ലോ. അങ്ങനെയാണ് ചെറിയ രൂപങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പം നമ്പർ ഓഫ് ക്യൂബ്സ് ചതുരക്കട്ടകളുടെ എണ്ണം എന്ന് പറയുന്നത് എന്താണ് ഉരുക്കിയത്? റെക്റ്റാങ്കുലർ ബ്ലോക്ക്. അപ്പോൾ വോളിയം ഓഫ് റെക്റ്റാങ്കുലർ ബ്ലോക്ക്. ഓക്കെ, എന്തിൻ്റെ വ്യാപ്തമാണ്? റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെ വ്യാപ്തം ഡിവൈഡഡ് ബൈ എന്താണ് ഉണ്ടാക്കിയത്? ചെറിയ ഷേപ്പ് ക്യൂബാണ്. വോളിയം ഓഫ് ക്യൂബാണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ക്യൂബ്സ് വലിയ രൂപം ഉരുക്കിയിട്ട് ചെറിയ രൂപം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ രണ്ട് രൂപങ്ങളുടെയും എന്ത് കണ്ടുപിടിക്കണം? വോളിയം, വ്യാപ്തം കണ്ടുപിടിച്ചിട്ട് വലുതിൻ്റെ വ്യാപ്തം ഡിവൈഡഡ് ബൈ ചെറുതിൻ്റെ വ്യാപ്തം ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കാം? വോളിയം ഓഫ് റെക്റ്റാങ്കുലർ ബ്ലോക്ക്. ഓക്കെ, റെക്റ്റാങ്കുലർ ബ്ലോക്ക് വലിയ രൂപത്തിൻ്റെ വോളിയം കണ്ടുപിടിക്കാം. അപ്പോൾ എന്താണ്? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്, അല്ലേ? എന്താണ്? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ് നമ്മളുടെ വോളിയം കണ്ടുപിടിക്കാനായുള്ള ഇക്വേഷൻ. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, അല്ലേ? അപ്പോൾ ഈ ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവൻ്റെ ബേസ് എന്ന് പറയുന്നത് എന്ത് ഷേപ്പാണ്? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ബേസ് എന്ന് പറയുന്നത് റെക്റ്റാങ്കിൾ ഷേപ്പാണ്. അപ്പോൾ ബേസ് ഏരിയ എന്ന് പറയുന്നത് എന്തിൻ്റെ ഏരിയയാണ്? റെക്റ്റാങ്കിളിൻ്റെ ഏരിയ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ്? പാദപരപ്പളവ് ഇൻറ്റു ഉയരം. പാദം എന്ന് പറയുന്നത് എന്ത് ഷേപ്പാണ്? റെക്റ്റാങ്കിൾ ഷേപ്പാണ്, ചതുരത്തിൻ്റെ ഷേപ്പാണ്. അപ്പോൾ ചതുരത്തിൻ്റെ പരപ്പളവല്ലേ? എന്നാണ് റെക്റ്റാങ്കിളിൻ്റെ ബേസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ L ഇൻറ്റു B നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇൻറ്റു ആ ഹൈറ്റ് H കൂടി ഉണ്ട്. ഓക്കെ, ഈ Lഉം Bയും Hഉം എല്ലാം ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. 6 ഇൻറ്റു 9 ഇൻറ്റു 15 അല്ലേ? 6 ഇൻറ്റു 9 ഇൻറ്റു 15 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ വരെയും ചെയ്യുന്നുള്ളൂ. കാരണം നമുക്ക് ഇവിടെ ഡിവൈഡ് ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വെട്ടിക്കളയാൻ കുറച്ചും കൂടി എളുപ്പമുണ്ട്. ഇല്ല, നിങ്ങൾക്ക് ഇൻറ്റു ചെയ്ത് കണ്ടുപിടിക്കാം. പക്ഷേ നമുക്ക് കുറേ കാൽക്കുലേഷൻസിന് സമയം പോകും. അതെന്താണെന്ന് മനസ്സിലാക്കി തരാം. ഇനി അടുത്ത നമുക്ക് വോളിയം ഓഫ് ക്യൂബ് കൂടി കണ്ടുപിടിക്കണം, അല്ലേ? ക്യൂബിൻ്റെ വോളിയം. അപ്പോൾ ക്യൂബിൻ്റെ വോളിയം എന്ത് തന്നെയാണ്? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്, അല്ലേ? പാദപരപ്പളവ് ഇൻറ്റു ഉയരം. അതാണ് നമുക്ക് വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ ക്യൂബിൻ്റെ ബേസ് എന്ന് പറയുന്നത് എന്ത് ഷേപ്പാണ്? സ്ക്വയർ ഷേപ്പാണ്, അല്ലേ? ചതുരക്കട്ടയുടെ ബേസ് പാദം ചതുരമാണ്. അപ്പോൾ സമചതുരക്കട്ട കേട്ടോ. ഓക്കെ, അപ്പോൾ ക്യൂബിൻ്റെ ബേസ് എന്ന് പറയുന്നത് സ്ക്വയർ ആണ്. സ്ക്വയറിൻ്റെ ഏരിയ നമുക്കറിയാം. A²
ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് അവൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, എല്ലാം സെയിം അല്ലേ, ഹൈറ്റും ബേസും എല്ലാം ഇവൻ്റെ സെയിം ആണല്ലേ, അപ്പോൾ അവനും എന്ത് തന്നെയാണ്, എ തന്നെയാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു അല്ലെ എ ഇൻറ്റു എ ഇൻറ്റു എ എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് 3 ഇൻറ്റു 3 ഇൻറ്റു 3 എന്ന് കൊടുക്കാം. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. അപ്പോൾ രണ്ട് പേരുടെയും എന്ത് കിട്ടി, വോളിയം കിട്ടി. ഇനി നേരെ നമ്മുടെ ഈ ഒരു ഇക്വേഷനിലേക്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് നോക്കാം, നമ്പർ ഓഫ് എന്താണ് ക്യൂബ്സ് ഇസ് ഈക്വൽ ടു വോളിയം ഓഫ് റെക്റ്റാങ്കിൾ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ക്യൂബ്. വോളിയം ഓഫ് റെക്റ്റാങ്കിൾ 6 ഇൻറ്റു 9 ഇൻറ്റു 15 വരെ നമ്മൾ നിർത്തിയിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ക്യൂബ് എന്ന് പറയുന്നത് 3 ഇൻറ്റു 3 ഇൻറ്റു 3. ഇവിടെ നോക്കിക്കേ, 3 3 9, ദാ 9 അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു. 3 6 2 തവണ പോകും. ദാ 2 ഇൻറ്റു 15, ദാറ്റ് ഈസ് എത്രയാണ്, 30 ക്യൂബ്സ് നമ്മൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പോൾ മനസ്സിലായോ മിസ് അവിടെ എന്താണ് ഇൻറ്റു ചെയ്ത് ഫൈനൽ ആൻസർ വരെയും എത്താത്തതെന്ന്? എത്തിയാൽ നമ്മൾക്ക് കുറച്ച് പണിയുണ്ട്. നമുക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവരെല്ലാവരും നമ്മൾ ഇൻറ്റു ചെയ്ത് വലിയ നമ്പർ കിട്ടി, അതേ ഡിവൈഡഡ് ബൈ വേറൊരു വലിയ നമ്പറൊക്കെ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക രണ്ടാളുകളെയും, എന്നിട്ട് നേരെ ഇക്വേഷനിൽ കൊടുത്താൽ ഇങ്ങനെ പെട്ടെന്ന് കട്ട് ചെയ്ത് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് വോളിയം എന്ന് പറയുന്ന സെക്ഷനിൽ ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോയാലോ. നെക്സ്റ്റ് വൺ ആണ് ഏരിയ അഥവാ പരപ്പളവ്. അപ്പോൾ ഒരു പ്രിസത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുമ്പോൾ ലാറ്ററൽ സർഫസ് ഏരിയ പാർശ്വതല പരപ്പളവുണ്ട്, TSA ടോട്ടൽ സർഫസ് ഏരിയ ഉപരിതല പരപ്പളവുണ്ട്. അപ്പോൾ ഇതെന്തൊക്കെയാണ് നമുക്ക് നോക്കിയേക്കാം. നമ്മുടെ സ്ഥിരം എക്സാമ്പിൾ തന്നെ എടുക്കുന്നുണ്ട്. ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ് ബേസ് വരുന്നത്. ട്രയാങ്കുലർ പ്രിസം ഞാൻ എടുത്തിട്ടുണ്ട്. ഇവൻ്റെ LSA ലാറ്ററൽ സർഫസ് ഏരിയ പാർശ്വതല പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഈ ഷേപ്പിലൂടെ ബേസ് ഒഴികെയുള്ള ഈ ലാറ്ററൽ സർഫസിനെയാണ്, ഈ ഏരിയനെയാണ് എന്ത് പറയുന്നത്, ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഈ ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷനാണ് ബേസ് പെരിമീറ്റർ, പാദ ചുറ്റളവ് ഇൻറ്റു ഉയരം, ഹൈറ്റ്. ക്ലിയർ ആണല്ലോ? എന്താണ് LSA is equal to base perimeter into height. ഓക്കെ, അതാണ് പാർശ്വതല പരപ്പളവ് എന്ന് പറയുന്ന ഇക്വേഷൻ. ഇനി അടുത്തതാണ് ടോട്ടൽ സർഫസ് ഏരിയ. എന്താണ് ഉപരിതല പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഈ പ്രിസത്തിൻ്റെ മൊത്തത്തിലുള്ള ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കിക്കേ, ഈ പ്രിസത്തിൻ്റെ ഈ ലാറ്ററൽ സർഫസ് ഏരിയയുടെ കൂടെ ഈ രണ്ട് ബേസ് ഉണ്ട്, രണ്ട് ബേസ് ഏരിയ തമ്മിൽ കൂട്ടിയാൽ മൊത്തത്തിലുള്ള ഏരിയ കിട്ടുമല്ലോ. ക്ലിയർ ആണല്ലോ? ലാറ്ററൽ സർഫസ് ഏരിയ നമ്മൾ ഓൾറെഡി കണ്ടുപിടിക്കാൻ അറിയാം. അപ്പോൾ ഈ ലാറ്ററൽ സർഫസ് ഏരിയ പ്ലസ് അതിൻ്റെ കൂടെ എന്തുകൂടി കൂട്ടണം, രണ്ട് ബേസ് ഏരിയ കൂടി കൂട്ടിയാൽ ഇതിൻ്റെ ടോട്ടൽ ഏരിയ നമുക്ക് കിട്ടും. ഓക്കെ ആണല്ലോ? സിമ്പിൾ ആയിട്ട് നമുക്ക് അങ്ങനെ പഠിക്കാം. LSA പ്ലസ് 2 ഇൻറ്റു ബേസ് ഏരിയ. ഇവിടെയും ബേസ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് 2 ഇൻറ്റു ബേസ് ഏരിയ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ LSAയും കൂടി കൂട്ടിയാൽ ഇതിൻ്റെ ടോട്ടൽ ഏരിയ നമുക്ക് കിട്ടി. ക്ലിയർ? അപ്പോൾ പെട്ടെന്ന് തന്നെ പഠിച്ച് തീരാൻ സാധിക്കും ഈ ഒരു ഇക്വേഷൻ. ഈ ഒരു മൈൻഡിൽ അല്ലെ ഇങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്ന് ജസ്റ്റ് ഒന്ന് മൈൻഡിലേക്ക് കയറ്റാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്തു തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ദി ബേസ് ഓഫ് എ പ്രിസം ഈസ് ആൻ ഇക്വലാറ്റർ ട്രയാങ്കിൾ. നമ്മൾ എക്സാമ്പിൾ എടുത്ത് നന്നായി, എല്ലാം ഇക്വലാറ്റർ ട്രയാങ്കിൾ തന്നെയാണ് വരുന്നത്. ഓക്കെ, ഒരു പ്രിസം തന്നിട്ടുണ്ട്, അവൻ്റെ ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണ്, സമഭുജ ത്രികോണമാണ്. എല്ലാ സൈഡും എന്താണ്, സമമായിരിക്കും. ഇക്വലാറ്റർ ട്രയാങ്കിൾ എല്ലാ വശവും ട്രയാങ്കിളിൻ്റെ ഈക്വൽ ആയിരിക്കും. അവൻ്റെ പെരിമീറ്റർ തന്നിട്ടുണ്ട്, ചുറ്റളവ് തന്നിട്ടുണ്ട് 12 സെൻറ്റിമീറ്റർ ആണ്. ഹൈറ്റ് ഉയരം തന്നിട്ടുണ്ട് 5 സെൻറ്റിമീറ്റർ ആണ്. ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കണം, TSA ഉപരിതല പരപ്പളവ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചു TSA ഈസ് ഈക്വൽ ടു, ഇതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, LSA പ്ലസ് ലാറ്ററൽ സർഫസ് ഏരിയ അല്ലെ പാർശ്വതല പരപ്പളവ് പ്ലസ് 2 ഇൻറ്റു ബേസ് ഏരിയ, 2 ബേസ് ഏരിയ അവരെ തമ്മിൽ കൂട്ടണം, 2 ഇൻറ്റു ബേസ് ഏരിയ. ഓക്കെ ആണല്ലോ? പക്ഷേ ഇവിടെ LSAയോ ബേസ് ഏരിയയോ ഒന്നും തന്നിട്ടില്ല അല്ലേ. അപ്പോൾ അവരെല്ലാവരെയും നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നു. ഇതാ നോക്കാം. LSA, ആദ്യം LSA കണ്ടുപിടിക്കാം. LSA കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു. എന്താണ്, ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ്, പാദ ചുറ്റളവ് ഇൻറ്റു ഉയരം. അപ്പോൾ നോക്കിക്കേ, ഈ ബേസ് എന്ന് പറയുന്ന ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഈ ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ ഓൾറെഡി തന്നിട്ടുണ്ടല്ലോ, എത്രയാണ്, 12. അപ്പോൾ 12 ഇൻറ്റു ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 5 ചെയ്താൽ മതി. ക്ലിയർ ആണല്ലോ? എത്ര വന്നു, 60 സെൻറ്റിമീറ്റർ സ്ക്വയർ വന്നു. ഓക്കെ, അപ്പോൾ LSA നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ ആണല്ലോ? ഇനി എന്തുകൂടി കണ്ടുപിടിക്കണം, 2 ഇൻറ്റു ബേസ് ഏരിയ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബേസ് ഏരിയ, പാദ പരപ്പളവ് കണ്ടുപിടിക്കണം. പാദം എന്ന് പറയുന്നത് സമഭുജ ത്രികോണമാണ്, പാദ പരപ്പളവ് സമഭുജ ത്രികോണത്തിൻ്റെ പരപ്പളവ്. ഓക്കെ, ബേസ് ഏരിയ കണ്ടുപിടിക്കണം. ബേസ് എന്ന് പറയുന്നത് ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണ്. സോ ബേസ് ഏരിയ ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ ഏരിയ. നേരത്തെ ചെയ്ത സെയിം സ്റ്റെപ്പാണ്. അപ്പോൾ ബേസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള
ഇക്വേഷൻ നമുക്കറിയാം √3/4a². ഓക്കെ ആണല്ലോ. പക്ഷേ ഇവിടെയും നമുക്ക് എ എന്ന് പറയുന്ന സൈഡ് അറിയോ? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ? ഇല്ല. പെരിമീറ്റർ തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ 3 സൈഡും തമ്മിൽ കൂട്ടുമ്പോൾ 12 ആണെന്ന് പറയുന്നുണ്ട്. ദാറ്റ് മീൻസ് എന്താ നോക്കാം, പെരിമീറ്റർ ആണ് 12 എന്ന് പറഞ്ഞാൽ 3 സൈഡും തമ്മിൽ കൂട്ടുമ്പോൾ 12 കിട്ടും. ഇതിൽ നിന്ന് നമുക്കൊരു സൈഡ് കണ്ടുപിടിക്കാമല്ലോ. 3നെ ഈക്വൽ ടു ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ നോക്കിക്കേ, എ മാത്രമുണ്ട്, 12 ഡിവൈഡഡ് ബൈ 3 ആയി. സോ എ ഈസ് ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ. ക്ലിയർ ആണല്ലോ. അപ്പോൾ എ കിട്ടിയാൽ നമുക്ക് നേരെ നമ്മുടെ ബേസ് ഏരിയയുടെ ഇക്വേഷനിലേക്ക് കൊടുക്കണം അല്ലേ. അവനെ കിട്ടിയാലേ നമുക്ക് TSA കണ്ടുപിടിക്കാൻ പറ്റൂ. അപ്പോൾ ദാ ബേസ് ഏരിയ ഈസ് ഈക്വൽ ടു എത്രയാണ്? √3/4 a². ദാറ്റ് ഈസ് √3/4 ഇൻറ്റു എ എത്രയാണ്? 4 ആണ്. അപ്പോൾ 4². ദാറ്റ് ഈസ് √3/4 ഇൻറ്റു 4 ഇൻറ്റു 4 അല്ലേ. 4² എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 4. ഒരു 4 പോയി. അപ്പോൾ എത്ര വന്നു? 4√3 സെൻറ്റിമീറ്റർ² എന്ന് വന്നു. ക്ലിയർ ആണല്ലോ. ഓക്കെ ആണല്ലോ. അപ്പോൾ ബേസ് ഏരിയ കിട്ടി ആൻഡ് ഹൈറ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. ഹൈറ്റ് എന്ന് പറയുന്ന LSA നമുക്ക് കണ്ടുപിടിച്ചു 60 സെൻറ്റിമീറ്റർ. ഇനി LSAയും ബേസ് ഏരിയയും ഈ ഒരു ഇക്വേഷനിലേക്ക് കൊടുക്കാമല്ലോ. അപ്പോൾ നോക്കിക്കേ, TSA ഈസ് ഈക്വൽ ടു ഫൈനൽ ആൻസർ എത്തി കേട്ടോ. TSA ഈസ് ഈക്വൽ ടു LSA. എത്രയാണ് LSA കണ്ടുപിടിച്ചല്ലോ? 60 പ്ലസ് 2 ഇൻറ്റു ബേസ് ഏരിയ. ബേസ് ഏരിയ എത്രയാണ്? 4√3. ദാറ്റ് ഈസ് 60 പ്ലസ് 2 ഇൻറ്റു 4 8√3 സെൻറ്റിമീറ്റർ². കണ്ടോ, ഈ രീതിയിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? TSA ടോട്ടൽ സർഫസ് ഏരിയ അഥവാ ഉപരിതല പരപ്പളവ് കണ്ടുപിടിക്കാം. സെറ്റാണല്ലോ. സെയിം തന്നെ ഏരിയയിൽ നമുക്ക് അടുത്തൊരാളെ നോക്കാം. ഇതെനിക്ക് തോന്നുന്നു നിങ്ങൾ കണ്ടുപിടിക്കും തോന്നുന്നു. ഞാൻ അതിൻ്റെ ഇക്വേഷൻസും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് സ്റ്റെപ്സ് പറഞ്ഞു തരാം. ഇവിടെയും എന്താണ് ബേസ് എന്ന് പറയുന്നത്? ഒരു പ്രിസത്തിൻ്റെ ബേസ്, ഒരു സ്തംഭത്തിൻ്റെ ബേസ്, പാദം എന്ന് പറയുന്നത് ട്രയാങ്കിൾ ആണ്. ഇക്വലാറ്റർ ട്രയാങ്കിൾ ഒന്നല്ല. സൈഡുകൾ തന്നിട്ടുണ്ട് 15, 13, 4 സെൻറ്റിമീറ്റർ ആണ്. ഹൈറ്റ് തന്നിട്ടുണ്ട് 25 ആണ്. ഓക്കെ എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കുലർ പ്രിസമുണ്ട്. ഒരു ട്രയാങ്കുലർ പ്രിസമുണ്ട്. ഈ ട്രയാങ്കുലർ പ്രിസത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 25 സെൻറ്റിമീറ്റർ. സൈഡുകൾ തന്നിട്ടുണ്ട് 15, 13, 4 സെൻറ്റിമീറ്റേഴ്സ് ആണ് തന്നിട്ടുണ്ട്. ഇവൻ്റെ എന്ത് കണ്ടുപിടിക്കണം? ടോട്ടൽ സർഫസ് ഏരിയയും കണ്ടുപിടിക്കണം, ലാറ്ററൽ സർഫസ് ഏരിയ LSAയും TSAയും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് തുടങ്ങാലോ. അപ്പോൾ LSA കണ്ടുപിടിക്കാനായുള്ള ഇക്വേഷൻ നമ്മൾക്കറിയാം. എന്താണ്? ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, അപ്പോൾ ബേസ് പെരിമീറ്റർ, ബേസ് എന്ന് പറയുന്നത് എന്ത് ഷേപ്പാണ്? ട്രയാങ്കിൾ ഷേപ്പാണ്. ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ 3 സൈഡ് തമ്മിൽ കൂട്ടണം. ഓക്കെ, അപ്പോൾ നമുക്ക് 3 സൈഡ് തമ്മിൽ കൂട്ടുമ്പോൾ 4 + 13 + 15 എന്ന് വരും. 4 + 13 + 15 ഇൻറ്റു ഹൈറ്റ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 25. നേരെ ഞാൻ ഇക്വേഷനിൽ തന്നെ കൊടുത്തു കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും തമ്മിൽ കൂട്ടുമ്പോൾ 32 വരും. 32 ഇൻറ്റു 25. LSA എന്ന് പറയുന്നത് 800 സെൻറ്റിമീറ്റർ² എന്ന് വരും. സിമ്പിളായി തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ടോട്ടൽ സർഫസ് ഏരിയ, ഉപരിതല പരപ്പളവ്. നേരെ ഇക്വേഷൻ എഴുതാം. TSA എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രിസത്തിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ കാണണമെങ്കിൽ അവൻ്റെ LSAയുടെ കൂടെ 2 ബേസ് ഏരിയയും തമ്മിൽ കൂട്ടണം. ഓക്കെ, LSA പ്ലസ് 2 ഇൻറ്റു ബേസ് ഏരിയ. ഓക്കെ ആണല്ലോ. അപ്പോൾ LSA ഓൾറെഡി അറിയാം 800 ആണ്. പ്ലസ് 2 ഇൻറ്റു ബേസ് ഏരിയ അറിയത്തില്ല എന്ന് പറഞ്ഞാൽ ബേസ് എന്ന് പറയുന്നത് എന്താണ്? ഈ ട്രയാങ്കിളിൻ്റെ ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ തനിച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. നമ്മൾ തൊട്ട് മുന്നേ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്തതായിരുന്നു. 3 സൈഡ് തന്നു കഴിഞ്ഞാൽ ഇവൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായുള്ള ഇക്വേഷൻ എന്താണ്? ഹെറോൺസ് ഫോർമുല. ഏരിയ ഈസ് ഈക്വൽ ടു √S ഇൻറ്റു S മൈനസ് A ഇൻറ്റു S മൈനസ് B ഇൻറ്റു S മൈനസ് C. എസ് എന്ന് പറയുന്നത് എന്താണ്? പെരിമീറ്റർ ഡിവൈഡഡ് ബൈ 2. പെരിമീറ്റർ എന്ന് പറയുന്നത് ഈ 3 പേരെയും തമ്മിൽ കൂട്ടുക, ഡിവൈഡഡ് ബൈ 2. അങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ഇവൻ്റെ ആൻസർ കണ്ടുപിടിക്കുന്നത്, ഏരിയ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഏരിയ കണ്ടുപിടിച്ചിട്ട് നേരെ നമ്മുടെ TSA ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ മതി. കണ്ടോ, ബേസ് ഏരിയയും കൂടി കിട്ടിയാൽ നമ്മുടെ TSA കിട്ടി. അപ്പോൾ ഇവൻ്റെ ആൻസർ എന്താണെന്ന് നിങ്ങൾ വേഗം തന്നെ ഇപ്പോൾ തന്നെ ഇതൊന്ന് പോസ് ചെയ്യുക, കണ്ടുപിടിക്കുക. ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഒന്നും തിരിഞ്ഞ് നോക്കേണ്ടവരില്ല കേട്ടോ. ഹെറോൺസ് ഫോർമുല തറമായി സെറ്റ് ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യണം? കമൻ്റ് ആയിട്ടൊന്ന് അറിയിക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവരൊക്കെയാണ് ഏരിയയായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകൾ. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് നമ്മളുടെ സിലിണ്ടർ. എന്താണ്? സിലിണ്ടർ. ഓക്കെ, വൃത്തസ്തംഭം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
സിലിണ്ടറിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് സിലിണ്ടറിൻ്റെ വോളിയം അഥവാ വ്യാപ്തം കണ്ടുപിടിക്കാനായുള്ള ഇക്വേഷൻ. അപ്പോൾ സിലിണ്ടർ എന്ന് പറയുന്നത് വോളിയത്തിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം എന്താണ്, ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ് അല്ലേ, പാദ പരപ്പളവ് ഇൻറ്റു ഉയരമാണ്. ഓൾറെഡി നമ്മൾ പഠിച്ചല്ലേ, ആദ്യം മുതലേ പഠിക്കുന്നതാണ്. അപ്പോൾ സിലിണ്ടർ എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെയല്ലേ ഷേപ്പ് വരുന്നത് സിലിണ്ടർ. ഓക്കെ ആണല്ലോ, ഇത് ഹൈറ്റ് ആണ്. സിലിണ്ടർ എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ ഇതാ കാണുന്നുണ്ടോ, ഇതൊരു സിലിണ്ടർ ഷേപ്പാണെന്ന് കരുതാം. അപ്പോൾ ഇതൊരു സിലിണ്ടർ ഷേപ്പാണ്. ഇവൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നതാണ് ദാ ഇവൻ. ഓക്കെ, ആൻഡ് ഇവൻ്റെ ബേസ്, സിലിണ്ടറിൻ്റെ ബേസ് എന്ത് ഷേപ്പാണ്, സർക്കിൾ ഷേപ്പ് അല്ലേ. അപ്പോൾ ആ സർക്കിളിൻ്റെ റേഡിയസ് ഞാൻ അടയാളപ്പെടുത്തി. ഓക്കെ, അപ്പോൾ ഈ സിലിണ്ടറിൻ്റെ എന്ത് കണ്ടുപിടിക്കണം, വോളിയം കണ്ടുപിടിക്കാൻ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണെന്ന് പറഞ്ഞു. ബേസ് എന്ന് പറയുന്നത് എന്ത് ഷേപ്പാണ്, സർക്കിൾ ഷേപ്പാണ്. അപ്പോൾ ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ ഏരിയയാണ്, സർക്കിളിൻ്റെ ഏരിയ അല്ലേ. നോക്കിക്കേ, പാദപരപ്പളവ്, പാദം എന്ന് പറയുന്നത് വൃത്തമാണ്. സോ വൃത്തത്തിൻ്റെ പരപ്പളവല്ലേ ചോദിച്ചിരിക്കുന്നത്. വൃത്തത്തിൻ്റെ പരപ്പളവ് എന്താണ്, പൈ ആർ സ്ക്വയർ, ഓർമ്മയുണ്ടല്ലോ അല്ലേ, ഇൻറ്റു എച്ച്, ദാറ്റ് ഈസ് വോളിയം ഇസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ എച്ച്. ഇതാണ് നമ്മളുടെ എന്ത്, സിലിണ്ടറിൻ്റെ വോളിയം കണ്ടുപിടിക്കാനായുള്ള ഇക്വേഷൻ. വളരെ സിമ്പിളായി തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും അല്ലെ. ഇങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്നുള്ള ആൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ആ ഷേപ്പ് നമുക്ക് മനസ്സിലേക്ക് കൊണ്ടുവരാം. ബേസ് എന്ന് പറയുന്നത് എന്ത് ഷേപ്പാണ്, അവൻ്റെ ഏരിയയാണ് ഇൻറ്റു ഹൈറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ രീതിയിലാണ് എന്ത് കണ്ടുപിടിക്കുന്നത്, സിലിണ്ടറിൻ്റെ വോളിയം. അപ്പോൾ ഇതാ സിലിണ്ടറിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ നേരെ നമുക്ക് ഇക്വേഷനിലേക്ക് എത്തി. പൈ ആർ സ്ക്വയർ എച്ച് എന്ന് പറയുന്ന ഇക്വേഷനിൽ നിന്ന് സിലിണ്ടറിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദി ബേസ് റേഡിയസ് ഓഫ് ആൻ അയൺ സിലിണ്ടർ ഈസ് 15 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ആൻഡ് ഇറ്റ്സ് ഹൈറ്റ് 32. ഒരു സിലിണ്ടറിൻ്റെ ബേസ് റേഡിയസ് 15ഉം അവൻ്റെ ഹൈറ്റ് ഉയരം 32 ആണെന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് മെൽറ്റഡ് ആൻഡ് റീകാസ്റ്റ്. അത് ഉരുക്കിയിട്ടും വേറൊരു വലിയ സിലിണ്ടർ തന്നെ ഉണ്ടാക്കി. ചെറിയ ചെറിയ സിലിണ്ടേഴ്സ് അല്ല, ഒരു വലിയൊരു സിലിണ്ടർ ഉരുക്കിയിട്ട് മറ്റൊന്നും ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. അവൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 20 ആണ്. അങ്ങനെയാണെങ്കിൽ അവൻ്റെ ഹൈറ്റ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മിസ് അതൊന്ന് എഴുതിയേക്കാം. നമുക്ക് ആദ്യം ഒരു സിലിണ്ടർ ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ. ഓക്കെ, ഒരു സിലിണ്ടർ ഉണ്ടായിരുന്നു. ഈ സിലിണ്ടറിൻ്റെ ബേസ് ഏരിയ എന്ന് പറയുന്നത് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്, 15 സെൻറ്റിമീറ്റർ ആണ്. 15 സെൻറ്റിമീറ്റർ ആണ്. ആൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് 32 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഹൈറ്റ് എന്ന് പറയുന്നത് 32 സെൻറ്റിമീറ്റർ ആണ്. ഫസ്റ്റ് സിലിണ്ടർ ഇവൻ ഉരുക്കിയിട്ട് വേറൊരു സിലിണ്ടർ ഉണ്ടാക്കി എന്നാണ് പറയുന്നത്, സെക്കൻഡ് സിലിണ്ടർ. ഓക്കെ ആണല്ലോ. അവൻ്റെ ബേസ് റേഡിയസ്, പാദ ആരം എന്ന് പറയുന്നത് 15 എന്നുള്ളത് 20 ആയി. ആൻഡ് ഹൈറ്റ് ഇവൻ്റെ എത്രയായിരിക്കും, ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. ക്ലിയർ ആയല്ലോ. അപ്പോൾ ആദ്യത്തെ സിലിണ്ടറിൻ്റെ റേഡിയസിന് R1 ആൻഡ് ഹൈറ്റിന് ഞാൻ H1 എന്നും കൊടുത്തു. ഓക്കെ, അത് രണ്ടുപേരും തന്നിട്ടുണ്ട്, 15 സെൻറ്റിമീറ്ററും 32 സെൻറ്റിമീറ്ററും. രണ്ടാമത്തതിൻ്റെ R2 ആൻഡ് H2 എന്ന് കൊടുത്തു. R2 എത്രയാണ്, 20 സെൻറ്റിമീറ്റർ. H2 അറിയോ, ഇല്ല, കണ്ടുപിടിക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, ഒന്ന് ഉരുക്കിയിട്ട് മറ്റൊന്ന് തന്നെ ഉണ്ടാക്കി. അപ്പോൾ ഉരുക്കിയിട്ട് അതേ ക്വാണ്ടിറ്റിയിൽ തന്നെ മറ്റൊന്നുണ്ടാക്കിയാൽ അവരുടെ എന്ത് ഈക്വൽ ആയിരിക്കും, രണ്ട് സിലിണ്ടേഴ്സിനും വ്യാപ്തം അഥവാ വോളിയം ഈക്വൽ ആയിരിക്കും. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, വോളിയം ഓഫ് ഫസ്റ്റ് സിലിണ്ടർ അല്ലേ. ആദ്യത്തെ വൃത്തസ്തംഭത്തിൻ്റെ വ്യാപ്തം എന്തിനോട് ഈക്വൽ ആണ്, രണ്ടാമത്തെ വൃത്തസ്തംഭത്തിൻ്റെ വ്യാപ്തത്തിനോട് ഈക്വൽ ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താണ് വൃത്തസ്തംഭത്തിൻ്റെ വ്യാപ്തത്തിൻ്റെ ഇക്വേഷൻ, സിലിണ്ടറിൻ്റെ വോളിയത്തിൻ്റെ ഇക്വേഷൻ പൈ ആർ സ്ക്വയർ എച്ച്. അപ്പോൾ പൈ R1 സ്ക്വയർ H1. ആദ്യത്തതിൻ്റെ നമ്മൾ R1 H1 എന്ന് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തതോ പൈ R2 സ്ക്വയർ H2 അല്ലേ. H2 എന്നും R2 എന്നാണ് രണ്ടാമത്തെ ആളെ കൊടുത്തിരിക്കുന്നത്. നേരെ ഇക്വേഷനിലേക്ക് ആളുകളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പൈ ഞാൻ അതുപോലെ തന്നെ എഴുതി, പൈ ഇൻറ്റു R1 സ്ക്വയർ. R1 എത്രയാണ്, 15 സ്ക്വയർ അല്ലേ, ഇൻറ്റു H1 എത്രയാണ്, 32 ഇസ് ഈക്വൽ ടു പൈ ഇൻറ്റു R2 സ്ക്വയർ. R2 എത്രയാണ്, 20. അപ്പോൾ 20 സ്ക്വയർ ഇൻറ്റു H2 അറിയില്ല, അതുപോലെ തന്നെ എഴുതി. ക്ലിയർ ആണല്ലോ. ഇവിടെ നോക്കിക്കേ, ഒരേപോലെ വരുന്ന ആളുകളെല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയാം അല്ലേ. ഇവിടെയും പൈ ഉണ്ട്, ഇവിടെയും പൈ ഉണ്ട്. ഇനി ബാക്കി എല്ലാവരെയും ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം. ഞാൻ നോക്കിക്കേ, 15 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 15 ഇൻറ്റു 15 ഇൻറ്റു 32 ഇസ് ഈക്വൽ ടു 20 സ്ക്വയർ, 20 ഇൻറ്റു 20 ഇൻറ്റു H2. ഓക്കെ, ഇതിൽ നിന്ന് എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ H2 ആണ് അല്ലേ. H2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ H2 എന്ന് പറയുന്ന ആളെ അവിടെ തന്നെ നിർത്തിയിട്ട് ഈ ഇൻറ്റു 20കളെ എല്ലാം ഈക്വൽ ടു അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ 15 ഇൻറ്റു 15 ഇൻറ്റു 32 ഇവിടെ ഓൾറെഡി ഉണ്ട്.
ഇൻറ്റു ഇപ്പുറത്തോട്ട് വരുമ്പോൾ ഡിവൈഡഡ് ബൈ 20 ഇൻറ്റു 20 അതാണ് H2 എന്ന് പറയുന്നത്. നേരെ നമുക്ക് ക്യാൻസൽ ചെയ്ത് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് H2 18 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻറ്റു ചെയ്തെല്ലാം കണ്ടുപിടിച്ച് പോകാം, അല്ലാന്നുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാം. മിസ്സ് പറയുന്നത് ക്യാൻസൽ ചെയ്ത് തന്നെ ഇപ്പോൾ പഠിക്കണം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വർഷം 10ാം ക്ലാസ്സിലൊക്കെ ആയില്ലേ, അപ്പോൾ എപ്പോഴും അഡ്വാൻസ് ആയിട്ട് ചെയ്ത് പ്രാക്ടീസ് ആവാം. ഓക്കെ, ഇനിയും ഇൻറ്റു ചെയ്ത് അവസാനം ഡിവൈഡ് ചെയ്യണമെന്ന് നിൽക്കരുത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് എന്ത് കണ്ടുപിടിക്കുക, ഈ ഒരു ആൻസറും കണ്ടുപിടിക്കുക. നമുക്കിനി അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ. സെയിം തന്നെയാണ്, ഇമ്പോർട്ടൻ്റ് ആണ് റേഷ്യോ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇവിടെ പറയുന്നത് ദി ബേസ് റേഡിയ ഓഫ് 2 സിലിണ്ടേഴ്സ്, ഇവിടെയും 2 സിലിണ്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആ സിലിണ്ടേഴ്സ് ഒന്ന് വരച്ചേക്കാം. ഫസ്റ്റ് വൺ ആൻഡ് സെക്കൻഡ് വൺ. ഓക്കെ, സെക്കൻഡ് വൺ 2 സിലിണ്ടേഴ്സ് ഉണ്ട്, 2 വൃത്തസ്തംഭങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് റേഡിയസ് ഫസ്റ്റത്തേന് R1 എന്ന് കൊടുക്കാം, R2. രണ്ടുപേരുടെയും അംശബന്ധം തന്നിട്ടുണ്ട്. R1 R2 എത്രയാണ്? 2:3 ആയിക്കോട്ടെ, 2:3 ആണ്. പിന്നെ എന്താ തന്നിരിക്കുന്നത്? ഹൈറ്റ്, അവരുടെ ഉയരങ്ങൾ തമ്മിലുള്ള അംശബന്ധം, അതിന് നമുക്ക് H1 H2 എന്ന് കൊടുക്കാം. എത്രയാണ് തന്നിരിക്കുന്നത്? 5:4 എന്ന് തന്നിട്ടുണ്ട്. ഇത് R1, ഇത് H1, ഇത് H2, ഇത് R2. ഓക്കെ ആണല്ലോ. എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഇവരുടെ വോളിയംസ് അല്ലെ, ഇവരുടെ വ്യാപ്തങ്ങൾ തമ്മിലുള്ള അംശബന്ധമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് V1 V2 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ റേഷ്യോ വെച്ചിട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച മക്കളെ, A:B എന്ന് പറയുന്ന അംശബന്ധത്തിന് നമുക്ക് ഫ്രാക്ഷനായിട്ട് A/B എന്ന് എഴുതാം. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ ആണോ? 2:3 നമുക്ക് എങ്ങനെ എഴുതാം? 2/3 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആളുകൾ ആരൊക്കെയാണ്? V1 V2. എങ്ങനെ എഴുതാം? V1/V2 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ V1/V2 എന്ന് പറയുന്നത് ഫസ്റ്റ് വണ്ണിൻ്റെ സിലിണ്ടറിൻ്റെ വോളിയം എന്താണ്? നമ്മൾ നേരത്തെ എഴുതിയതുപോലെ πr²h ആണ്. H-നും R-നും R1 H1 എന്ന് കൊടുത്തു, ആദ്യത്തേതിൻ്റെ ആണെന്ന് മനസ്സിലാക്കാൻ. ഡിവൈഡഡ് ബൈ πr² H2. ഓക്കെ ആണല്ലോ. ഇവിടെയും നോക്കിക്കേ, പൈയും പൈയൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം അല്ലേ. ഇനി R1² ഉണ്ട്. R1 എന്ന് പറയുന്നത് എത്രയാണ്? 2. സോ 2² ഇൻറ്റു H1 എന്ന് പറയുന്നത് 5 ഡിവൈഡഡ് ബൈ R2². R2 എന്ന് പറയുന്നത് എത്രയാണ്? 3. അപ്പോൾ 3² ഇൻറ്റു H2 എന്ന് പറയുന്നത് 4 ആണ്. 4 ദാറ്റ് ഈസ് 2² എന്ന് പറയുമ്പോൾ 4 ആണ്. 4 നമുക്ക് കട്ട് ചെയ്യുന്നു. നിങ്ങൾ അടുത്ത സ്റ്റെപ്പിൽ കട്ട് ചെയ്താലും മതി കേട്ടോ. ഇനി നമുക്ക് 5 ഡിവൈഡഡ് ബൈ 3ൻ്റെ സ്ക്വയർ എത്രയാണ്? 9. ഇവർ മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ നോക്കി. V1/V2 എന്ന് പറയുന്നത് എത്രയാണ്? 5/9. ഇതിനെ അംശബന്ധത്തിലോട്ട് മാറ്റി എഴുതുമ്പോൾ V1 V2 എത്ര വന്നു? 5:9 എന്ന് വന്നു. ഇതല്ലേ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? രണ്ടുപേരുടെയും അംശബന്ധം എന്തിൻ്റെ? വോളിയത്തിൻ്റെ. നേരെ നമ്മുടെ ഇക്വേഷനിലേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സെറ്റാണല്ലോ. ഓക്കെ ആണല്ലോ, പക്ക ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ചെറിയ സിലിണ്ടറിൻ്റെ വോളിയം 720 ആണെങ്കിൽ ആ വലുതിൻ്റെ വോളിയം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റേഷ്യോ വന്നിരിക്കുന്നത് എത്രയാണ്? V1 V2 എന്ന് പറയുന്നത് 5:9 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചെറുതിൻ്റെ വോളിയം നോക്കാം, V1/V2 ആണ് 5/9. ഓക്കെ, അപ്പോൾ ഈ ചെറുതിൻ്റെ വോളിയം, അതായത് നമ്മുടെ V1 അല്ലേ ചെറുതെന്ന് പറയുന്നത് 5, ഇവൻ്റെ വോളിയം 720 ആണെങ്കിൽ ഈ V2 എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇക്വേഷനിൽ ഈ V1 പകരം എന്ത് കൊടുക്കാം? 720 ഡിവൈഡഡ് ബൈ V2 5/9. സാധാരണ ചെയ്യുന്നത് പോലെ അങ്ങ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഒന്നില്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാം. ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 720 ഇൻറ്റു 9 5 ഇൻറ്റു V2 എന്ന് വരും. V2 അല്ലേ കണ്ടുപിടിക്കേണ്ടത്, രണ്ടാമത്തതിൻ്റെ വോളിയം. അപ്പോൾ V2 അവിടെ തന്നെ നിർത്തിയിട്ട് 5നെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ 720 ഇൻറ്റു 9 ഇവിടെ ഓൾറെഡി ഉണ്ട്, ഡിവൈഡഡ് ബൈ 5 അല്ലേ. ഇൻറ്റു 5 ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഡിവിഷനായി മാറും. ആണ് V2. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ V2 ആൻസർ വരും. ഇതും എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്തിട്ട് കമൻ്റായിട്ട് അറിയിക്കണം. ഓക്കെ അല്ലേ, സെറ്റാണല്ലോ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ റേഷ്യോ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യനും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ പഠിക്കാനുള്ളത്. ഇനി അടുത്ത ആളാണ്, അല്ലെങ്കിൽ അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മളുടെ സിലിണ്ടറിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ. ഓക്കെ, എന്നാണ് വക്രതല പരപ്പളവ്. അപ്പോൾ കർവ്ഡ് സർഫസ് ഏരിയയും അതുപോലെ തന്നെ ടോട്ടൽ സർഫസ് ഏരിയയും വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഒരു പേപ്പർ എടുക്കുന്നുണ്ട്. നമുക്ക് ഈ പേപ്പർ മടക്കിയിട്ട് ഒരു സിലിണ്ടർ ഷേപ്പിലോട്ട് ആക്കാമല്ലോ. നോക്കിക്കേ, ആക്ച്വലി സിലിണ്ടർ ഷേപ്പ് നമ്മൾക്ക് നിവർത്തി കഴിയുമ്പോൾ വരുന്നത് ഒന്ന് നോക്കാം. ഇതൊരു സിലിണ്ടറാണെന്ന് കരുതാം.
രണ്ട് ബേസ് ഉണ്ട്, ഇങ്ങനെ കർവ് ചെയ്തിരിക്കുന്ന ഷേപ്പാണ്. ഈ ഒരു സിലിണ്ടറിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ ദാ സിലിണ്ടർ ഞാൻ വരക്കാം. സിലിണ്ടർ ഉണ്ട്, സിലിണ്ടറിൻ്റെ ഹൈറ്റ് ആണ്, ഇത് റേഡിയസ് ആണ്. ഓക്കെ, ഈ സിലിണ്ടർ എൻ്റെ കയ്യിലുണ്ട്. ഇനി എനിക്ക് വേണ്ടത് ഈ സിലിണ്ടറിൻ്റെ ഈ കർവ്ഡ് സർഫസ് ഏരിയ അല്ലേ, ഈ ബേസ് ഒഴികെയുള്ള ഈ ഒരു ഏരിയയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഈ സിലിണ്ടർ ഇങ്ങനെ നിവർത്തി കഴിയുമ്പോൾ ഇത് എന്ത് ഷേപ്പായിടാ? ഇതൊരു റെക്റ്റാങ്കിൾ ഷേപ്പ് ആയില്ലേ, ഇതൊരു ചതുരത്തിൻ്റെ ഷേപ്പ് ആയില്ലേ. ഈ ചതുരം ഇങ്ങനെ മടക്കുമ്പോഴല്ലേ ആ കർവ്ഡ് സർഫസ് വരുന്നത്. നാ നോക്കിക്കേ, വക്രതല പരപ്പളവ്, ഇതാ നോക്കിക്കേ, കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഇത് നിവർത്തി കഴിയുമ്പോൾ ഒരു റെക്റ്റാങ്കിളായി, ചതുരമായി. അപ്പോൾ ഈ ചതുരത്തിൻ്റെ ഏരിയയല്ലേ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിവർത്തി കഴിയുമ്പോൾ, ഈ സിലിണ്ടർ നിവർത്തി കഴിയുമ്പോൾ ഒരു റെക്റ്റാങ്കിൾ കിട്ടും. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഈ ഒരു സിലിണ്ടറിൻ്റെ ഹൈറ്റ്, ഇവിടുത്തെ ഈ ഹൈറ്റ് ഉയരമല്ലേ ഈ റെക്റ്റാങ്കിളിൻ്റെ വീതി, വിഡ്ത്ത് എന്ന് പറയുന്നത്. ഹൈറ്റ് h കൊടുത്തു. ഓക്കെ അല്ലേ? ഇനി ഈ സിലിണ്ടറിൻ്റെ ഇതാ നോക്കിക്കേ, പാദ ചുറ്റളവ്, ബേസ് പെരിമീറ്റർ. ഈ ബേസിലുള്ളത് സർക്കിൾ ഷേപ്പാണ് അല്ലേ, വൃത്തത്തിൻ്റെ ഷേപ്പാണ്. അപ്പോൾ ഈ സർക്കിൾ ഷേപ്പാണ് എന്ത്? ഈ ഒരു ബേസ് ഏരിയ, ബേസ് എന്ന് പറയുന്നത് അല്ലേ. ഈ ബേസ് പെരിമീറ്റർ, ഇതിൻ്റെ ചുറ്റുമുള്ള അളവ് ഇപ്പോൾ ഒരു 10 സെൻറ്റിമീറ്റർ ആണെന്ന് കരുതുക. ഓക്കെ, ഇവൻ എന്താണ്? സർക്കിളിൻ്റെ പെരിമീറ്റർ ആണ്. ഈ സർക്കിളിൻ്റെ പെരിമീറ്റർ അല്ലേ ഈ നിവർത്തി കഴിയുമ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഒരു സൈഡായിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ? ഇതാ നോക്കിക്കേ, ഈ അറ്റം മുതൽ ഈ അറ്റം വരെയും അതൊരു സിലിണ്ടർ ആവുമ്പോൾ സർക്കിളിൻ്റെ പെരിമീറ്റർ ആയിട്ട് വരും. ഓക്കെ, സെറ്റാണല്ലോ? സർക്കിളിൻ്റെ ചുറ്റളവായിട്ട് വന്നു, അത് നിവർത്തി കഴിഞ്ഞപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ നീളമായി മാറി. അപ്പോൾ എന്താണ് സർക്കിളിൻ്റെ പെരിമീറ്റർ? 2πr നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇവൻ്റെ CSA അല്ലേ, വക്രതല പരപ്പളവ് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ ദാ ഈ ഒരു CSA കണ്ടുപിടിക്കണം, ഇവൻ്റെ ഏരിയ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ ഏരിയയാണ്? റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. റെക്റ്റാങ്കിളിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ, നീളം ഇൻറ്റു വീതി. നീളവും വീതിയും നമ്മൾ കണ്ടുപിടിച്ചു. എന്താണ്? 2πr ഇൻറ്റു വീതി എത്രയാണ്? ഇൻറ്റു h എന്ന് വരും. ക്ലിയർ ആണല്ലോ? ഈ രീതിയിലാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. അതൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രം ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ CSA കിട്ടി. നെക്സ്റ്റ് വൺ ആണ് TSA, ടോട്ടൽ സർഫസ് ഏരിയ. നമുക്കറിയാം ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? LSA പ്ലസ് 2 ഇൻറ്റു ബേസ് ഏരിയ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ LSA എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാം, 2πrh പ്ലസ് 2 ഇൻറ്റു ബേസ് ഏരിയ. ഇവിടെ നോക്കിക്കേ, ഈ സിലിണ്ടറിൻ്റെ ബേസ് എന്ത് ഷേപ്പാണ്? സർക്കിൾ ഷേപ്പാണ്. അപ്പോൾ ബേസ് ഏരിയ എന്ന് പറയുന്നത് എന്തിൻ്റെ ഏരിയയാണ്? സർക്കിളിൻ്റെ ഏരിയയാണ്. ഓക്കെ ആണല്ലോ? സർക്കിളിൻ്റെ ഏരിയ എന്താണ്? πr². ദാറ്റ് ഈസ് എത്ര വന്നു? എന്താ ഇവിടെ മേളിൽ എഴുതുന്നുണ്ട്, ദാറ്റ് ഈസ് 2πrh പ്ലസ് 2 ഇൻറ്റു πr². ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇവിടെ നിന്ന് വേണമെങ്കിൽ 2πr പുറത്തേക്ക് എടുക്കാം. 2πr പുറത്തേക്ക് എടുത്താൽ ഇവിടെ ഇനി h മാത്രമേ ഉള്ളൂ, പ്ലസ് ഇവിടെ 2ഉം πയും 6, ഇവിടെ 2 r ഉണ്ട് അല്ലേ. അപ്പോൾ ഇനി ഒരു r പുറത്തേക്ക് എടുത്തപ്പോൾ ബാക്കി 6 മാത്രമേ ഉള്ളൂ. അപ്പോൾ TSAനെ നമുക്ക് ഇതാ ഈ 2 ഇക്വേഷനിലായിട്ട് എഴുതാം. 2πr പുറത്തേക്ക് എടുത്തു കഴിയുമ്പോൾ ഈ ഒരു ഇക്വേഷനിൽ വരും. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? അപ്പോൾ ഈ രീതിയിലാണ് എന്ത് കണ്ടുപിടിക്കുന്നത്? നമ്മളുടെ സിലിണ്ടറിൻ്റെ TSAയും CSAയും കണ്ടുപിടിക്കുന്നത്. ഇക്വേഷൻ വന്ന കഥയാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞത്. ഓക്കെ, ഈ ഒരു സ്റ്റോറിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചെയ്താലോ? ഓക്കെ, അപ്പോൾ ഇതിലെല്ലാ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പ്രിസത്തിൻ്റെ ഈ ഒരു ചാപ്റ്ററിൻ്റെ പ്രത്യേകത എല്ലാം നല്ല വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആണ്. യൂണിറ്റ് കൺവേർഷൻ എല്ലാം വരുന്നുണ്ട്. അതാ മിസ് പറഞ്ഞത്, വോളിയം എപ്പോഴും എന്താണ് മീറ്റർ ക്യൂബ് അഥവാ സെൻറ്റിമീറ്റർ ക്യൂബിലും, അതുപോലെ തന്നെ നമ്മുടെ ഏരിയ സെൻറ്റിമീറ്റർ സ്ക്വയർ, മീറ്റർ സ്ക്വയറിലെല്ലാം വരുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങോട്ട് കൺവേർഷൻ എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻസും നല്ല ക്വസ്റ്റ്യൻസ് ആണ്. ടെക്സ്റ്റ് ബുക്കിലെ എല്ലാം നന്നായി തന്നെ ചെയ്ത് പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. ഒരു സ്കൂളിൽ 12 സിലിണ്ടറിക്കൽ പില്ലേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ? ആൻഡ് അവരുടെ ബേസ് ഡയാമീറ്റർ എന്ന് പറയുന്നത് 1/2 മീറ്റർ ആണ്. അവൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 4 മീറ്റർ ആണെന്നും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കർവ്ഡ് സർഫസ് ഏരിയ CSA ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് CSA കണ്ടുപിടിക്കാനായുള്ള ഇക്വേഷൻ? 2πrh ആണ് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഹൈറ്റ് എന്ന് പറയുന്നത് h എന്ന് പറയുന്നത് എത്രയാണ്? 4 മീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. താഴെ തന്നിരിക്കുന്നത് അല്ലെങ്കിൽ അടുത്ത് തന്നിരിക്കുന്നത് എന്താണ്? ബേസ് ഡയാമീറ്റർ, വ്യാസമാണ് തന്നിരിക്കുന്നത്. ശ്രദ്ധിച്ചായിരുന്നോ?
1/2 മീറ്റർ എന്ന് പറഞ്ഞ റേഡിയസ് അല്ല, വ്യാസം, ഡയാമീറ്റർ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇക്വേഷനിലേക്ക് കൊടുക്കാം. ഡയാമീറ്റർ എന്ന് പറയുന്നത് മക്കളെ നോക്കിയേ, ഡയാമീറ്റർ എന്ന് പറയുന്നത് 2r അല്ലെ, 2 റേഡിയസ് തമ്മിൽ കൂട്ടുമ്പോഴല്ലേ ഡയാമീറ്റർ കിട്ടുന്നത്. ഇക്വേഷനിൽ ഈ 2r പകരം നേരെ ഞാൻ അര എന്ന് കൊടുക്കാലോ. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ അരയുടെ വീണ്ടും പകുതിയൊക്കെ എടുത്ത് പോകണോ? വേണ്ട, വീണ്ടും ഫ്രാക്ഷൻ ആക്കി വീണ്ടും ചെയ്ത് പോകണ്ട. അപ്പോൾ ഡയാമീറ്റർ 2r ആണ് ഡയാമീറ്റർ. അപ്പോൾ ഡയാമീറ്റർ ഞാൻ നേരെ ഇക്വേഷനിലേക്ക് കൊടുത്തു. ഇൻറ്റു പൈ ഇൻറ്റു എച്ച് എത്രയാണ്? 4 ആണ്. ക്ലിയർ ആണല്ലോ? ഈ 2ഉം ഈ 4ഉം 2 തവണ പോയി. ദാറ്റ് ഈസ് 4 പൈ സെൻറ്റിമീറ്റർ, സെൻറ്റിമീറ്ററും അല്ല സോറി, മീറ്റർ സ്ക്വയർ ആണ് നമുക്ക് എന്ത് വരുന്നത്? CSA വരുന്നത്. ഇനി പൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 × 3.14. സോ ഫൈനൽ ആൻസർ ഞാൻ എഴുതിയേക്കാം 6.28 മീറ്റർ സ്ക്വയർ ആണ് എന്ത് വരുന്നത്? നമ്മുടെ ഈ ഒരു പില്ലറിൻ്റെ CSA, കർവ്ഡ് സർഫസ് ഏരിയ വരുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? സിമ്പിളായി തന്നെ കണ്ടുപിടിച്ചു. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, വാട്ട് ഈസ് ദി ടോട്ടൽ കോസ്റ്റ് ഓഫ് പെയിൻറ്റിങ് ഓൾ പില്ലേഴ്സ് അറ്റ് 80 രൂപ പെർ മീറ്റർ സ്ക്വയർ മീറ്റേഴ്സ്. അപ്പോൾ ഇതുപോലത്തെ എത്ര പില്ലറുകൾ ഉണ്ടെന്നാണ് പറയുന്നത്? 12 പില്ലറുകൾ ഉണ്ട്. 12 പില്ലറും നമുക്ക് ഇതുപോലെ പെയിൻറ്റ് ചെയ്യണം. പെയിൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പില്ലർ എന്താണ്? അതിൻ്റെ ബേസ്, 2 ബേസും ഇത് പില്ലറാന്ന് കരുതാം, ഇതൊരു തൂണാന്ന് കരുതാം. ഇവനും സീലിങ്ങിലും തറയിലും മുട്ടി നിൽക്കുന്നുണ്ട് അല്ലേ? നമുക്ക് ഇവിടെ മാത്രം പെയിൻറ്റ് ചെയ്താൽ പോരെ എന്ന് പറഞ്ഞാൽ ഇവിടെ CSA ആണ് അല്ലെ, CSAയുടെ ആണ് കണ്ടുപിടിക്കേണ്ടത്, കർവ്ഡ് സർഫസ് ഏരിയ. അപ്പോൾ നമുക്ക് നോക്കാം. 1 മീറ്റർ സ്ക്വയറിന് 80 രൂപയാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 1 പില്ലർ, ഒരു പില്ലറിൻ്റെ CSA എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. എത്രയാണ്? 6.28. ഓക്കെ, അപ്പോൾ 6.28 ആണ് ഒരു പില്ലറിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ. അപ്പോൾ 1 മീറ്റർ സ്ക്വയറിന് എത്രയാണ്? 80 രൂപയാണെങ്കിൽ 6.28 മീറ്റർ സ്ക്വയറിന് എത്ര രൂപയാകും? 6.28 × 80 ചെയ്യണം. ഓക്കെ ആണല്ലോ? നമുക്ക് ആൻസർ വരുന്നത് 502.4 റുപ്പീസ് എന്ന് വരും. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇത് ഒരാളുടെ ഒരു തൂണിൻ്റെ പൈസയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതുപോലെ എത്ര തൂണിൻ്റെ പൈസയാണ് കണ്ടുപിടിക്കേണ്ടത്? 12 പില്ലറാണ് ഉള്ളത്. അപ്പോൾ 12 പേരുടെ കോസ്റ്റ് ഓഫ് 12 പില്ലേഴ്സ് അല്ലെ, 12 പേരുടെ കോസ്റ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 12 × 502.4 ചെയ്യണം. സോ ആൻസർ വരുന്നത് 6028.8 റുപ്പീസ്. ഇവിടെ കൊണ്ടുപോയി സെൻറ്റിമീറ്ററും മീറ്റർ സ്ക്വയറും എഴുതരുത് കേട്ടോ. ഇവിടെ നമുക്ക് പൈസയാണ് ചോദിച്ചിരിക്കുന്നത്. സോ റുപ്പീസിലാണ് നമ്മൾക്ക് എന്ത് എഴുതേണ്ടത്? ആൻസർ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കുക, ഒന്നില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരാളുടെ ഏരിയ ഇൻറ്റു 12 ചെയ്തിട്ട് അവസാനം എന്ത് ചെയ്താൽ മതി? പൈസ കണ്ടുപിടിച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. ഫൈനൽ ആൻസർ ദാ ഇവനെ കിട്ടും. ഓക്കെ, അപ്പോൾ പൈസയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പൈയുടെ വാല്യൂ എല്ലാം ഇട്ട് കൊടുക്കണം. ഓക്കെ, നമ്മൾ ഒരിക്കലും പൈ വെച്ചിട്ട് പൈസ പറയില്ല. സെൻറ്റിമീറ്റർ ഏരിയ വോളിയം ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ എത്രയാണ് എമൗണ്ട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പൈയുടെ വാല്യൂ എല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഈ ഒരു പ്രിസം എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ടല്ലോ? സെറ്റാണല്ലോ? യെസ്. അപ്പോൾ വോളിയം, അതുപോലെ തന്നെ CSA ആൻഡ് എന്താണ് TSA, വ്യാപ്തം, ഉപരിതല പരപ്പളവ്, പാർശ്വതല പരപ്പളവ്, ഇത്രയും കാര്യങ്ങളെല്ലാമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഐഡിയ നന്നായിട്ട് മനസ്സിലേക്ക് കൊണ്ടുവരാം. ഓരോ കാര്യങ്ങളെ ബേസ് ഏരിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസ് എന്ത് ഷേപ്പാണ്, അവൻ്റെ ഏരിയയാണ് എന്നെല്ലാം നന്നായി തന്നെ മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പഠിക്കുക, സൂപ്പറായിട്ട് തന്നെ എക്സാം ഒക്കെ എഴുതാം. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.